തിരുവചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ വിരുന്നിൻ്റെ മണിക്കൂറിൽ നിയമാവർത്തന പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ സമയം ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് നീ വചനം കേൾക്കുന്നോ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 1-2 തിരുവചനം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിയമാവർത്തന പുസ്തകം 28 അധ്യായം തുടക്കം മുഴുവൻ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കുന്നത്? തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നു. ആരെല്ലാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, സൂക്ഷ്മമായി ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സ് കാണിക്കുന്നു, എങ്കിൽ നിനക്ക് അനുഗ്രഹമുണ്ട്. ഈ ആത്മീയ വിരുന്നിൽ ഈ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഈ വചനത്തിൻ്റെ ശക്തി കേൾക്കുന്ന എല്ലാവരിലേക്കും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അനുഗ്രഹമായി മാറ്റണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, അനുഗ്രഹം പ്രാപിക്കേണ്ട മേഖലകളെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ യജ്ഞിക്കും തോറും, പരിശ്രമിക്കും തോറും, ആഗ്രഹിക്കും തോറും ഈ അനുഗ്രഹത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു വലയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പിടിച്ചു താഴ്ത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആത്മീയ ജീവിതത്തെ പലപ്പോഴും പാമ്പും ഏണിയും കളികളോടൊക്കെ പറയാറുണ്ടല്ലോ. ഏണിയും പാമ്പും കളി പോലെ കയറിത്തുടങ്ങും, ഇടയ്ക്ക് താഴ്ത്തോട്ട് വീഴും, വീണ്ടും കയറും. ആത്മീയ ജീവിതത്തിൽ വളരാൻ വല്ലാത്ത ആഗ്രഹം, അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ബലഹീനതകൾ, ചില പാപത്തിൻ്റെ വശങ്ങൾ, ദുർബലതകൾ ദാണ്ട താഴ്ത്തോട്ട്. വീണ്ടും പരിശ്രമിക്കുക. ഈ ഏണിയും പാമ്പും കളി പോലെ വീണ്ടും 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 ആത്മീയ മേഖലയിൽ വളരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമ്മളെ പിടിച്ചു താഴ്ത്തുന്ന നമ്മുടെ ചില ദുർബലതകൾ, ബലഹീനതകൾ, കുറവുകൾ, ഇവ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? എൻ്റെ ദുർബലത എന്നെ പഠിപ്പിക്കുന്നത് എന്താ? എൻ്റെ കുറവ് ആ കുറവിന് വേണ്ടിയല്ല, മറിച്ച് എൻ്റെ കുറവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ടീച്ചറാണ്. എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലരുടെ വീഴ്ച, ചിലരുടെ ദുർബലത എന്ന് പറയുന്നത് അവർ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുന്നൊരു വ്യക്തിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ മനുഷ്യരും തന്നെ വീണുപോയവരാണ്, കുറവുകളുള്ള മനുഷ്യരാണ്. അബ്രാഹാം മുതൽ ഓരോരുത്തരെയും കുറിച്ചെടുക്കുക. ആരാണ് വീണു പോകാത്ത വ്യക്തി? ആരാണ് ബലഹീനതയില്ലാത്ത വ്യക്തി? പ്രിയപ്പെട്ടവരെ, അനേക ബലഹീനതകളോടുകൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹത്തെക്കുറിച്ച് വചനം വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 12 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അബ്രാഹമേ, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും എന്ന് അബ്രാഹത്തിന് ഒരു സന്ദേശം ലഭിക്കപ്പെട്ടതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. സന്ദേശം കിട്ടിയ വ്യക്തിയാണ്. എന്നാൽ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രായം കൂടി നരബാധിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത. ഒരു കുഞ്ഞിക്കാല് പോലും ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ചരിത്രം പഠിപ്പിക്കുന്നു. ചരിത്രത്തിൻ്റെ ഒരു കറുത്ത അധ്യായം പോലെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, അബ്രാഹം ഈ പറഞ്ഞ കാര്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അസ്വസ്ഥത തോന്നിയത് കൊണ്ടല്ലേ സ്വന്തം ഭാര്യ സാറായിയുടെ ഉപദേശപ്രകാരം ദാസിയായ ഹാഗാരിൽ നിന്ന് ഒരു കുഞ്ഞിനു വേണ്ടി പരിശ്രമിച്ചത്,
ഞാൻ പറഞ്ഞത് ഓർക്കണം, ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം പോലെ അതിങ്ങനെ കിടക്കുന്നു. കാരണം അവിടെ നിന്നാണ് മറ്റൊരു തലമുറ ഉയർത്തെഴുന്നേൽക്കുന്നത്. ജീവിതത്തിൻ്റെ വഴികളിൽ ദുർബലതകളും ബലഹീനതകളും ഇല്ലാത്തവരാരാണുള്ളത്? ദൈവത്തെ കണ്ടുമുട്ടാഞ്ഞിട്ടല്ല, ദൈവത്തെ കണ്ടുമുട്ടിയവർക്ക് പോലും ഈ ദുർബലതയും ബലഹീനതകളും കുറവുകളും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെടും. മോശ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു കൊലപാതകി എന്നാണ്. അത്രത്തോളം ദേഷ്യ സ്വഭാവമുള്ളവനായിരുന്നു ഈ മോശ. അവനെയാണ് ദൈവം ഇസ്രായേൽക്കാരുടെ നേതാവായിട്ട് ഉയർത്തുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ചെറുപ്പകാലം മുതൽ ഇത്രമാത്രം ആന്തരിക മുറിവിൻ്റെ ഒരു കൂടാരം പോലെ വളർന്നവനാണ് മോശ. നോഹ എന്ന് പറയുന്ന വ്യക്തി ജലപ്രളയം വന്ന് മൂടപ്പെട്ടപ്പോഴും ലോകമെമ്പുമുള്ള ജനത മുഴുവൻ നശിക്കപ്പെട്ടപ്പോഴും പെട്ടകത്തിനുള്ളിൽ ദൈവം കാത്തുപരിപാലിച്ച ജനതയുടെ നേതാവാണ് നോഹ. എന്നാൽ എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിപ്പിക്കുന്നു, വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ പെട്ടകം ഒരു കരയിൽ ഉറപ്പിക്കപ്പെട്ടപ്പോൾ പിന്നീട് കൃഷി ചെയ്ത് ആ ദേശം മുഴുവൻ ഇതാ നോഹ അധ്വാനിച്ചപ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്നത് എന്താണ്? അവിടെ നിന്ന് മുന്തിരിയാണ് ഉണ്ടാക്കുന്നത്, നല്ല മുന്തിരി ചാറാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ലഹരി പിടിച്ച് മദ്യപിച്ച് ഉന്മത്തനായിട്ട് വിവസ്ത്രനായിട്ട് കിടക്കുന്ന നോഹയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും എടുത്തു നോക്കിക്കോ. പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമത്തിൽ കുറവുകളില്ലാത്ത ആരാണുള്ളത്? പത്രോസ്ലിഹായെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നില്ലേ? ശിഷ്യപ്രമുഖനാണ്, പല കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിനെക്കുറിച്ച് ഞെട്ടലോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയെ പിടിക്കാൻ വേണ്ടിയിട്ട് യഹൂദന്മാർ പടയാളികൾ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്താ? പത്രോസ് അരയിൽ കരുതിയിരുന്ന വാള് വീശി എന്ന് പറയുമ്പോൾ അപ്പോഴും പത്രോസിൻ്റെ അരയിൽ ഒരു വാള് കരുതിയിരുന്നു. വടിവാളുമായിട്ട് നടന്നവനായിരുന്നു പത്രോസ്. ഈശോയുടെ കൂടെ 3 വർഷത്തെ അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടും അവൻ ആ വാള് വിട്ടിട്ടില്ലല്ലോ. യോഹന്നാനെക്കുറിച്ചൊക്കെ ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് എന്താ? ദൈവം സ്നേഹമാകുന്നുവെന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചവനാണ് യോഹന്നാൻ. ഈ യോഹന്നാനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ഇത്രത്തോളം അധികാരമോഹമുണ്ടായിരുന്ന ഒരുവൻ വേറെയുണ്ടോ? ഈശോയെ, നീ മരിച്ച് അല്ലെങ്കിൽ നിനക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോൾ വലതും ഇടതും ഞാനും എൻ്റെ സഹോദരനും, ബാക്കിയുള്ളവരെ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ, എവിടെയെങ്കിലും ഇരുന്നോട്ടെ എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. അസഹിഷ്ണുവാണ്. വചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, സമരിയാക്കാരുടെ ഒരു ദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ യോഹന്നാൻ ഈശോയോട് പറയുന്നു, ഈശോയെ ഞാൻ പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിച്ചാലോ, സ്വർഗത്തിൽ നിന്ന് തീമഴ പെയ്യിച്ച് ഇവരെ എല്ലാവരെയും നശിപ്പിച്ച് കളയട്ടെ, എല്ലാവരും നശിപ്പിച്ച് കളയാം എന്ന് പറയുമ്പോൾ അത്രത്തോളം കുറവുകളും ബലഹീനതകളും ഉള്ളവരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. മേന്മ പറയാൻ മാത്രം ആരും അത്ര കേമന്മാരല്ല. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ തിരിച്ചറിയണം, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് വിജയിച്ചവൻ്റെ മാത്രം ചരിത്രമല്ല, പരാജയത്തിൻ്റെയും ദുർബലതകളുടെയും ബലഹീനതകളുടെയും ഒരു കൂട്ടം ആളുകളുടെ ചരിത്രം കൂടെയാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ ഈ കുറവുകളും ബലഹീനതകളുമൊക്കെ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ ഈ അനുഗ്രഹത്തിനു വേണ്ടി ഓരോ ചുവടും വെച്ച് കയറുമ്പോൾ പുറകോട്ട് വലിക്കുന്ന പാപം, ബലഹീനത, കുറവ്, ബലഹീനത എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കാണണം? വചനം പഠിപ്പിക്കുന്നത് എന്തെന്നറിയാവോ? ഓരോ ബലഹീനതയിലൂടെയും ദൈവം സംസാരിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഓരോ ബലഹീനതയും നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. ഓരോ കുറവുകളും ഓരോ വീഴ്ചകളും നമ്മുടെ ഒരു ടീച്ചറാണ്. നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിപ്പിക്കുന്നു, പൗലോസ്ലീഹായിലൂടെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശപ്പെടാൻ ഒന്നുമില്ല ജീവിതത്തിൽ. നേട്ടമെന്ന് പറയാൻ എന്താ ഉള്ളേ? എൻ്റെ അധികാരമോ എൻ്റെ പഠനമോ എൻ്റെ ജോലിയോ എൻ്റെ ബുദ്ധിയോ ഒന്നും അവകാശപ്പെടാനില്ല. നിനക്ക് അഭിമാനിക്കണമെങ്കിൽ അത് കർത്താവിൽ അഭിമാനിക്കട്ടെ. പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ പൗലോസിൻ്റെ ഉള്ളിലും ഒരു പശ്ചാത്തലം കിടക്കുന്നുണ്ട്. എന്താ അവൻ അവകാശപ്പെടാൻ മാത്രമുള്ളത്?
ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ കൊല്ലപ്പെടുന്ന സമയം മാറി നിന്ന് അവിടുത്തെ കണക്കെടുപ്പ് നടത്തിയവനാണ് ഈ പൗലോസ്. ഈ സാവൂൾ പിന്നീട് പൗലോസാക്കി മാറ്റപ്പെട്ടപ്പോഴും അവൻ്റെ ഉള്ളിലും കുറവുകളുണ്ട്. കുറവുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഓരോ കുറവും ഒരു ടീച്ചറാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു വഴിയാണ് ഓരോ കുറവുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഹബക്കൂക്ക് പ്രവാചനം 1-ാം അധ്യായം 11-ാം തിരുവചനം. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 11-ാം തിരുവചനം. കാറ്റുപോലെ അവർ വീശിക്കടന്നു പോകുന്നു, സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയവർ പരിഭ്രാന്തരാകുന്നു. കാറ്റുപോലെ അവർ കടന്നു പോകുന്നു, സ്വന്തം ശക്തിയെ ദൈവമായി കരുതുന്നവർ പരിഭ്രാന്തരാകുന്നു. എന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ചയുണ്ടാകുമ്പോൾ ഓർത്തോണം, ആ വീഴ്ചയുണ്ടായത് നമ്മൾ എവിടെയോ ദുരഭിമാനം പുലർത്തിയപ്പോഴല്ലേ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിലുള്ള ആശ്രയം വിട്ട് നമ്മളെ തന്നെ ആശ്രയിക്കുന്ന ചില കാര്യങ്ങളോട് അടുത്തപ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിച്ചത്? ആ വീഴ്ചകൾ സംഭവിച്ചത്. നമ്മുടെ നേട്ടമാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മെച്ചമാണെന്നും നമ്മൾ കരുതിയപ്പോൾ, ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത നാളിൽ ഞാൻ കണ്ട ഒരു ധനികനായ വ്യക്തി ഒരു ആശുപത്രിയിൽ ഒരു സന്ദർശന വേളയിൽ കണ്ടതാണ്. അപ്പോൾ ആ കിടപ്പിനിടയിൽ രോഗിയായിട്ട് കിടക്കുന്ന ധനികൻ, ഞാനപ്പോൾ എനിക്ക് പരിചയമുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ ധനികൻ്റെ അടുക്കൽ നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ, ഈ സാറിന് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം വളരെ സീരിയസ് ആയൊരു രോഗം ബാധിച്ച് കിടക്കുകയാണ്. ഞാനപ്പോൾ ഈ ധനികനായ വ്യക്തിയുടെ അടുക്കലിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഫാദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വലിയൊരു അഹങ്കാരിയായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു, ഞാൻ പള്ളിയിൽ പോകാറില്ലായിരുന്നു, ഞാൻ വലിയൊരു ധനികനാണ്, അച്ഛനറിയാമല്ലോ, എൻ്റെ വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ അച്ഛനറിയാമല്ലോ, ഞാൻ വല്ലാത്തൊരു ധനികനായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ ഈ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞത്, ഇക്കാലം അത്രയും ഞാൻ നേടിയതെല്ലാം അത് വെറുതെ ആയല്ലോ, ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ. എന്നിട്ട് ഇദ്ദേഹം പറയാം, അച്ഛാ, ഞാൻ ഈ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ ഈ ഡോക്ടറിനോട് പറഞ്ഞു, എൻ്റെ രോഗം അതെത്ര വലിയ ഗുരുതരമുള്ളതാണെങ്കിലും നിങ്ങളെന്തിനാ അസ്വസ്ഥപ്പെടുന്നേ? അതിനുള്ള മരുന്ന് അത് ഈ ലോകത്തിൻ്റെ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ, കാരണം ബാങ്കിൽ ആവശ്യത്തിലധികം പണം കിടക്കുന്നുണ്ട്. ആ പണമെടുത്ത് ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും നമുക്ക് മരുന്ന് കൊണ്ടുവരാം, നിങ്ങൾ ധൈര്യമായിട്ട് ചികിത്സ ആരംഭിച്ചോ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്രേ, സാറിനെ ചികിത്സിക്കാൻ പറ്റിയ മരുന്നുകളൊന്നും ഇന്നേ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഈ രോഗത്തിന് ഇന്നോളം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കേട്ടുടനെ ആ കിടക്കുന്ന ആ വ്യക്തി എന്നോട് പറയാ, അച്ഛാ, ആ സമയമാണ് ആ കിടപ്പിനിടയിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അധ്വാനിച്ചതും ഞാൻ ബാങ്കിൽ കൊണ്ടു നടന്ന് സൂക്ഷിക്കുന്നതുമായ നോട്ടുകെട്ടുകളെല്ലാം വെറും കടലാസ് കഷണം. അച്ഛാ, അതുകൊണ്ടൊക്കെ എന്ത് ഗുണം? ഞാൻ ഇക്കാലം അത്രയും ദൈവമായി കണക്കാക്കിയ എൻ്റെ സമ്പത്ത്, ഞാൻ പള്ളി പോകാറില്ലായിരുന്നു എന്നുള്ളത് ശരി, അഹങ്കാരിയായിട്ട് നടന്നുകൊണ്ടെന്നുള്ളത് ശരി, കാരണം എൻ്റെ ശ്രദ്ധയും ചിന്തയും മുഴുവൻ ഈ പണത്തോട് ബന്ധപ്പെട്ട് മാത്രമായിരുന്നു. എന്നാൽ ഞാനൊരു കാര്യം അറിയുന്നു, ഈ പണം ഒന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ലല്ലോ, ഒന്നും എനിക്ക് നേട്ടമായിട്ട് മാറുന്നില്ലല്ലോ. ഹബക്കൂക്ക് പ്രവചനം ശ്രദ്ധിച്ചോണേ, 1-ാം അധ്യായം 11-ാം തിരുവചനം. കാറ്റുപോലെ അവർ വീശിക്കടന്നു പോകുന്നു, സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയവർ പരിഭ്രാന്തരാകുന്നു. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയവർ പരിഭ്രാന്തരായിത്തീരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഴ്ചകളെല്ലാം, നമ്മുടെ രോഗങ്ങളെല്ലാം, നമ്മുടെ ബലഹീനതകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. നമ്മൾ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. നമ്മുടേതെന്ന് കരുതി പിടിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ്, അയ്യോ, ഇതൊന്നും നമ്മുടെ അല്ലായിരുന്നല്ലോ. ആരോഗ്യത്തിൽ അഭിമാനിച്ചിരിക്കുമ്പോഴാണ് ഒരു രോഗം വരുന്നത്. അപ്പോഴാണ് ഈ ആരോഗ്യം തന്ന ഒരുവനുണ്ടല്ലോ എന്ന് തിരിച്ചറിയുന്നത്. ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുമ്പോഴാണ്, അയ്യോ, ഇത്രയും നാളും
ഈ സമ്പത്ത് തന്നൊരു ദൈവം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്. കുടുംബത്തിലൊരു പ്രിയപ്പെട്ട ഒരാളുടെ മരണം, ആ മരണം സംഭവിക്കുമ്പോഴാണ്, ആ മരണത്തിൻ്റെ ശൂന്യതയിലാണ് നീ മനസ്സിലാക്കുന്നത് ഇക്കാലം അത്രയും ഈ വ്യക്തിയെ കൂടെ തന്ന ഒരു ദൈവമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഓരോ വീഴ്ചയും, ഓരോ കുറവുകളും, ഓരോ ബലഹീനതയും നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കാനത്രേ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ മനോഹരമായിട്ടൊരു തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, 2 കൊറിന്തോസ് 1:9. ഈ വചനം കാണാതെ പഠിച്ചോണം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം. ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പൗലോസ്ലീഹ പറയും, എന്തിനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്? എന്തിനാ ഞങ്ങൾക്ക് ഇത്രമാത്രം ഈ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളത്? ഇതിനെല്ലാത്തിനും കാരണം പൗലോസ്ലീഹ പറയുക, ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ശ്രദ്ധിച്ചു പഠിച്ചോ. നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ, വീഴ്ചകൾ, ബലഹീനതകൾ എന്തിനാ? അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, മറിച്ച് നീ നിന്നിൽ തന്നെ ആശ്രയിക്കാതെ നിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. നിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. നമ്മൾ അഭിമാനിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, എന്തിനെ പിടിച്ചു വച്ചിരിക്കുന്നോ ആ പിടിച്ചു വച്ചിരിക്കുന്നത് കയ്യിൽ നിന്ന് ഊർന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ആശ്രയിക്കുന്നത് ഇതല്ലല്ലോ, ദാനങ്ങളെ അല്ലല്ലോ, ദാനങ്ങളെ തന്നവനെ അല്ലേ. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവിലേക്കാണ് ഈ ആത്മീയ മണിക്കൂർ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ കഴിഞ്ഞ നാളിൽ കേട്ട ഒരു സാക്ഷ്യം, ഒരു വ്യക്തി ഒരച്ഛൻ്റെ അടുക്കെ വന്ന് പറഞ്ഞതാണ്, അച്ഛാ, എനിക്കൊരു സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യം പറയാൻ പോണേ? അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യമാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്. എന്താണ് ദൈവം പ്രവർത്തിച്ചത്? അപ്പോൾ ഇദ്ദേഹം പറയുക, അച്ഛാ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ശാരീരികമായ ചില കുറവുകളുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു ഡോക്ടറുടെ അടുക്കെ പോയി. ആ ഡോക്ടർ 3 വർഷം ചികിത്സിച്ചു. ആ ഡോക്ടർ 3 വർഷം ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളോടൊരു കാര്യം ചെയ്യാം, എനിക്ക് പരിചയമുള്ള കേരളത്തിലെ തന്നെ വലിയ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടറിൻ്റെ പക്കലേക്ക് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാം. ഈ മനുഷ്യൻ പറയാം, ഈ ഡോക്ടറിൻ്റെ 3 വർഷത്തെ ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ അതിനേക്കാളും വലിയ ഡോക്ടറിൻ്റെ അടുക്കെ പോയി 6 വർഷം ചികിത്സ നടത്തി. 1-2 അല്ല, 6 വർഷം. ഈ 6 വർഷത്തെ ചികിത്സകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ ഒരു ദിവസം ഈ ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞു, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ശാരീരികമായി മറ്റു കുറവുകളൊന്നുമില്ല എന്ന് പിന്നീടുള്ള ചികിത്സയിലൊക്കെ തെളിഞ്ഞു. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡോക്ടറിന് പോലും മടുപ്പായി, ഒരു പ്രത്യാശയെല്ലാം പോയി. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കിനി ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, എന്തു പറയേണ്ടു? ഈ ഡോക്ടർ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ എൻ്റെ അടുക്ക വരണ്ട, കാരണം എനിക്ക് നിങ്ങളെ ചികിത്സിക്കാൻ പറ്റില്ല, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ല. ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുകി. കാരണം ഈ കാലം അത്രയും ഇവരാശ്രയിച്ചിരുന്നത് ഈ ഡോക്ടറിലായിരുന്നു. ഈ ഡോക്ടറിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഇവർക്ക് വല്ലാത്തൊരു വിശ്വാസം. എന്തു ചെയ്യും? ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ കച്ചുത്തുരുമ്പും പോയി. ഇനി ഒരു പിടിവള്ളി പോലും ഇല്ലല്ലോ. സങ്കടം സഹിക്കാൻ പറ്റണില്ല, കരച്ചിലോട് കരച്ചിൽ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇവർ 2 പേരും കൂടെ വന്ന് വീട്ടിലെ പ്രാർത്ഥനാമുറിയിൽ ഈശോയുടെ മുമ്പിൽ വന്ന് 2 കരങ്ങളും കൂടെ വിരിച്ചു പിടിച്ച്, ഇവർ കരങ്ങൾ ചേർത്ത് പിടിച്ച് വാവിട്ട് നിലവിളിച്ചിട്ട് ഇവർ പ്രാർത്ഥിച്ചത്രേ, ഈശോയെ കരുണയായിരിക്കണമേ, ഈശോയെ രക്ഷിക്കണമേ. വേറൊന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ആ രാത്രി മുഴുവൻ ഈ ഭാര്യയും ഭർത്താവും വാവിട്ട് നിലവിളിച്ചു, ഈശോയെ രക്ഷിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ. ആ മനുഷ്യൻ പറയുക, അച്ഛാ, തുടർന്നുള്ള പല നാളുകളിലും ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി ആരെയും ആശ്രയിക്കാനില്ല എന്നുള്ള ഘട്ടമെത്തിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചു കരഞ്ഞു. ആ കരച്ചിൽ എൻ്റെ കർത്താവ് കേട്ടു. സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥനയായിരുന്നു.
എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അച്ചോ, നീണ്ട മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഗർഭവതിയായി, പിന്നീട് പ്രസവിച്ചു. അച്ഛാ, ഒരു കുഞ്ഞ് മാത്രമല്ല, പിന്നീടും എൻ്റെ ഭാര്യ പ്രസവിച്ചു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറയുന്ന സാക്ഷ്യം ഇതാണ് അച്ഛാ. അച്ഛാ, കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടത്തെ ഞങ്ങളുടെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റി. ഇതാണ് അച്ഛൻ ഞങ്ങളുടെ സാക്ഷ്യം. അച്ഛൻ ഞങ്ങളുടെ സാക്ഷ്യം ഇതാണ്. ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ ഈ സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അച്ഛാ, എനിക്ക് സാക്ഷ്യം പറയാൻ കിട്ടുന്ന ഏതൊരു സ്ഥലങ്ങളിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കുറവ് നിങ്ങൾ തകരാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നശിക്കാനുള്ളതല്ല, മറിച്ച് അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അനുഗ്രഹമായി തീരാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ തകരാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ ഈ തകർച്ചകൾ സംഭവിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിലെ ഈ അനുഭവം, പൗലോസ്ലീഹയെക്കുറിച്ച് നമ്മൾ വായിച്ചു പോകുമ്പോൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് തിരിച്ചറിയാം. പൗലോസ്ലീഹയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മുള്ള് എന്നാണ് പറഞ്ഞപ്പെട്ടിരിക്കുന്നത്. ഏതോ ഒരു കുറവ്. ഈ കുറവുമായിട്ട് ഇവർ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ പൗലോസ്ലീഹ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ മുള്ള്, ഈ കുറവ്, ഈ ബലഹീനത, ഈ പാപം എന്തോ ആവട്ടെ, ഇതെടുത്തു മാറ്റണേ. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുന്നത്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ കുറവിൽ, നിൻ്റെ ബലഹീനതയിൽ ദൈവം ശക്തി പ്രകടിപ്പിക്കും. നീ എന്തിൽ ആശ്രയിച്ചിരിക്കുന്നുവോ, നിൻ്റെ ജീവിതത്തിൽ ഇന്നോളം നിൻ്റെതെന്ന് നീ കരുതി വെച്ചിരിക്കുന്നുവോ, അത് പിൻവലിക്കപ്പെടുമ്പോൾ ആ ശൂന്യതയിൽ, ആ കുറവിൽ ദൈവത്തിൻ്റെ ശക്തി നിറയപ്പെടും. ദാനങ്ങൾ പിൻവലിക്കപ്പെടുമ്പോൾ ദാനം തന്നവനിലേക്ക് നോക്കാൻ നിനക്ക് ശക്തി ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യനുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, പള്ളി വന്നു കഴിഞ്ഞാൽ കൈകെട്ടി നിൽക്കും, ആരോടും കൂസലില്ല, ഭയങ്കര ധിക്കാരിയായിട്ടുള്ള മനുഷ്യൻ. എന്നാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ആകപ്പാടെ കൂനിക്കൂടി ഒരു പരുവക്കേടായിട്ട് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, ചേട്ടൻ പള്ളിയിലൊന്നും ഇങ്ങനെ വരാറില്ലല്ലോ, ചേട്ടൻ പള്ളി വന്നാൽ ഇങ്ങനെ നിൽക്കാറില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, എന്തു പറയാനാച്ചോ, ചിക്കൻ ഗുനിയ വന്നേ പിന്നെ നിവർന്ന് നിൽക്കാൻ പറ്റണില്ല, മിക്കവാറും ഞാൻ ഈ പള്ളിയിൽ തന്നെയാണ്. മനസ്സിലായോ? ഒരിക്കലും പള്ളി വന്നിട്ട് ഈശോയുടെ മുമ്പിൽ കൈകൂപ്പാത്ത വ്യക്തി, അധിക സമയം പള്ളിയിൽ നിൽക്കാത്ത വ്യക്തി, നിവർന്ന് നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ കൈകൂപ്പി കുനിഞ്ഞാൽ നിൽക്കണ കാരണം നിവരാൻ പറ്റണില്ല, ചിക്കൻ ഗുനിയ വന്നേ പിന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, രോഗം വരുന്നത് പോലും നിൻ്റെ ജീവിതത്തിൽ നീ തകരാനുള്ളതല്ല. ലാസർ അതാ രോഗശയ്യയിലാണെന്ന് മർത്തായുടെ മറിയത്തിൻ്റെയും ദൂതര് ചെന്നിട്ട് ഈശോയോട് പറയുമ്പോൾ ഈശോ പറഞ്ഞു വിടുന്ന ദൂത് സന്ദേശമുണ്ട്. എന്താണ്? ഈ രോഗം അവസാനിക്കാനുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇത് ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനുള്ളതാണ്. ഈ രോഗം ഇതിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഒരു കുറവ്, ഒരു ബലഹീനത, ഒരു വീഴ്ച, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, അത് ദൈവമഹത്വത്തിനുള്ളതാണ്. ഇത് നീ തലയ്ക്കകത്തോട് ഉറപ്പിച്ചോണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ ഒരു കാര്യം വരുമ്പോൾ വല്ലാണ്ട് തകർന്നു പോകും, അസ്വസ്ഥപ്പെടും. പ്രിയപ്പെട്ടവരെ, നീ അസ്വസ്ഥപ്പെടരുത്. നിൻ്റെ വീഴ്ച നിൻ്റെ അവസാനത്തിനുള്ളതല്ല, മറിച്ച് ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാനുള്ളതാണ്. പൗലോസ്ലീഹായ്ക്ക് ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ വല്ലാത്തൊരു മാനസിക സംഘർഷം. എന്താണ് മാനസിക സംഘർഷത്തിന് കാരണം? മാനസിക സംഘർഷത്തിന് കാരണം പൗലോസ്ലീഹ പറയുക, എൻ്റെ മാംസം, എൻ്റെ ശരീരം പാപത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു, പാപം ചെയ്യാൻ, എന്നാൽ എൻ്റെ ഉള്ളിൽ ദൈവത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. ബലഹീനതയെ, കുറവിനെ അതിജീവിക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്
പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനം ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. 7-ാം അധ്യായം 25-ാം വചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് സ്തോത്രമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുറവുകൾ സംഭവിക്കുന്നത് അത് നിൻ്റെ ജീവിതത്തിൽ നാശത്തിനുള്ളതല്ല. നീ ഒരു പക്ഷേ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാവും. പല മേഖലകളിൽ കുറവുകൾ നിൻ്റെ ദൈവത്തിനറിയാം, നിൻ്റെ പോരായ്മകൾ ദൈവത്തിനറിയാം. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നീ തിരഞ്ഞെടുത്തിട്ടല്ല, മറിച്ച് ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. നിൻ്റെ കുറവിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്: അനുഗ്രഹം അവകാശമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു കുറവുണ്ടായി, ബലഹീനതയുണ്ടായി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചയുടെ ദുഃഖവുമായിട്ട് ജീവിക്കുന്നെങ്കിൽ അത് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തകരാൻ അനുവദിക്കില്ല. മറിച്ച് നിനക്കൊരു ടീച്ചറാണ്. നിൻ്റെ കുറവ് നിന്നെ പഠിപ്പിക്കുകയാണ് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ. നിനക്ക് ദാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ദാതാവിലേക്ക് നോക്കാനുള്ളൊരു വിളിയാണ്. അനുഗ്രഹം അവകാശമാക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.